ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. പ്രിയ പഠിതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആത്മോപദേശ ശതകം കൃതിയിലെ 37ാമത് ശ്ലോകമാണ്. കേൾക്കുക. വിഷമതയാർന്നെഴുമന്യ വെന്നുകൊള്ളുവാൻ വിഷമമഖണ്ഡ വിവേകശക്തി എന്നേ വിഷമയവെന്നതിനാൽ വിവേകമാകും വിഷയവിരോധിനിയോടണഞ്ഞിടേണം. വിഷമതയാർന്നെഴുമന്യ വെന്നുകൊള്ളുവാൻ വിഷമമഖണ്ഡ വിവേകശക്തി എന്നേ വിഷമയവെന്നതിനാൽ വിവേകമാകും വിഷയവിരോധിനിയോടണഞ്ഞിടേണം. നമുക്ക് ആദ്യം അന്വയാർത്ഥം പഠിക്കാം. വിഷമതയാർന്നെഴുമന്യ, അന്യ അന്യ എന്ന ശക്തി മനുഷ്യ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നമ്മളിൽ നിന്ന് വേറെയാണ് മറ്റുള്ളതെല്ലാം. ഈ ചിന്തയാണ് അന്യ. വെന്നുകൊള്ളുവാൻ, വിഷമം. ഈ പ്രയാസങ്ങളെ മറികടക്കാൻ, അതായത് മനുഷ്യ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. ഏത്? അന്യ എന്ന ചിന്തയിലൂടെ. നമ്മളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു മറ്റുള്ളതെല്ലാം. ഈ ചിന്ത മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. ഈ പ്രയാസങ്ങളെ മറികടക്കുവാൻ, അതാണ് വെന്നുകൊള്ളുവാൻ വിഷമം എന്ന് ഗുരു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വെന്നുകൊള്ളുവാൻ വിഷമം. ഈ പ്രയാസങ്ങളെ മറികടക്കുവാൻ വളരെ പാടുള്ള കാര്യമാണ്. അഖണ്ഡ വിവേകശക്തി എന്നേ, അഖണ്ഡ ബോധത്തിനു മാത്രമേ ഈ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടുവാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ആയതുകൊണ്ട് വിഷമയവെന്ന്, തന്നിൽ നിന്ന് അന്യമെന്ന് കരുതുന്ന അന്യയെ അല്ലെങ്കിൽ ആ ചിന്തയെ വെടിയണം. എല്ലാം ഒന്ന് തന്നെയാണെന്ന ബോധം വരണം. അങ്ങനെ വരണമെങ്കിൽ വിവേകമാകും. അതിന് വിവേകം വേണം. വിഷയവിരോധിനിയോട്, വിഷയസുഖങ്ങളോടുള്ള അഭികാമ്യം അല്ലെങ്കിൽ താല്പര്യം, ഇഷ്ടം, അത് വെടിയണം, അണഞ്ഞിടേണം. വെടിഞ്ഞ് അറിവുമായി ചേർന്ന് നിൽക്കണം. നമ്മിൽ നിന്ന് അന്യമാണ് എന്ന ചിന്ത മാറ്റിയെടുക്കുവാൻ പ്രയാസമുള്ള കാര്യമാണ്, അല്ലേ? പെട്ടെന്ന് അങ്ങനെയൊരു അവസ്ഥയിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ അത് സാധിക്കുന്ന കാര്യമല്ല. തന്നിൽ നിന്നും വേറിട്ടതാണ് എല്ലാം എന്ന് ചിന്തിക്കുന്നതാണ് അന്യഥാഗ്രഹണം. തന്നിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു മറ്റെല്ലാം, ഒരു ബന്ധവുമില്ല, നമ്മളുമായി ഒരു ബന്ധവുമില്ല, അങ്ങനെ ചിന്തിക്കുന്നതാണ് അന്യഥാഗ്രഹണം. ഈ പ്രപഞ്ചം മുഴുവൻ തന്നിൽ നിന്ന് അന്യമാണെന്ന് ചിന്തിക്കുമ്പോൾ അയാൾ ദരിദ്രമായ അവസ്ഥയിലേക്ക് എത്തുകയാണ്. മാനസികമായ ദാരിദ്ര്യമാണ്. എല്ലാം വേറെയാണെന്ന് ചിന്തിക്കുമ്പോൾ അയാൾ മാനസികമായി ദാരിദ്ര്യാവസ്ഥയിലേക്ക് എത്തുന്നു.
മനസ്സിന്റെ ഇല്ലായ്മ എന്ന ചിന്തയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ലോകം മുഴുവൻ തൻ്റേതാക്കണമെന്ന ചിന്ത അയാളിൽ ഉടലെടുക്കും. ശരിയല്ലേ? എല്ലാം കീഴടക്കണം, ലോകം മുഴുവനും കീഴടക്കണം എന്ന ചിന്ത ഈ വ്യക്തിയിൽ ഉടലെടുക്കും. അതോടുകൂടി എല്ലാം തകരും. ഈ അമിതമായ ചിന്തയാണ് അയാളെ ദരിദ്രനാക്കുന്നത്. തനിക്ക് ലഭിക്കാനിരുന്നതൊക്കെ അല്ലെങ്കിൽ തനിക്ക് ലഭിക്കാതിരുന്നതൊക്കെ ഏതു വിധേനയും തൻ്റേതാക്കി തീർക്കുവാൻ അയാൾ ശ്രമിക്കും. അറിവില്ലാത്തതിൻ്റെ ഒരു വലിയ പോരായ്മയാണത്. ലോകത്തിൻ്റെ വികസനം മുഴുവൻ ഇതേ രീതിയിലുള്ള ദാരിദ്ര്യത്തിൽ നിന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഗുരു വളരെ വ്യക്തതയോടെ ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. സുഖം തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് വിഷയങ്ങളിൽ നിന്നാണ്. വിഷയസുഖമാണ് എല്ലാവരും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ നമ്മിൽ നിന്നും വേർതിരിച്ച് നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊരു ചിന്ത കടന്നുകൂടുന്നത്. ലോകത്തെ നാം നമ്മിൽ നിന്നും അന്യമായി കാണുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ലോകം മുഴുവൻ നമ്മളൊന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ഈ അന്യഥാ ചിന്തയാണ്. ഈ അന്യഥാബോധത്തിൽ നിന്ന്